അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സഹോദരീയരായ സഹോദരങ്ങളെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ അർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനത്തെ കൂടി സ്വാഗതം ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ ജീവൽ പ്രശ്നമാണ് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളിൽ നിന്നുള്ളതായ മുക്തി എന്ന് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വാതന്ത്ര്യ ദിനം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലുമുള്ള മാനുഷികമായ പുരോഗതിയിലേക്കുള്ള കാൽവെപ്പിന്റെ സുദിനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം. നിരവധി ഘട്ടങ്ങളിലായി സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം. ഏറെക്കാലവും ഏറ്റവും കൂടുതൽ കാലവും ഈ രാജ്യത്തെ ജനങ്ങളെയും വിഭവ സംവിധാനങ്ങളെയും പരിധിയിൽ നിർത്തിക്കൊണ്ട് ഭരണം നടത്തിയ സാമ്രാജ്യത്വ വിഭാഗമാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരുടെ അധിനിവേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനുടമസ്ഥർ എന്നുള്ളതാണ് അവരെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. അഥവാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തങ്ങളുടെ മുഖത്തിന് കീഴിൽ കെട്ടിവലിക്കുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നില്ല. അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തേക്കും കടന്നു വന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ അവരുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗപ്പെടുത്തി അവർ സ്വന്തം പരിധിയിലാക്കി. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തുണ്ടാകുന്ന വൈജാത്യങ്ങളെ പല നിലക്കും മുതലെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ബ്രിട്ടീഷുകാരന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ബ്രിട്ടീഷുകാരൻ കൈകടത്തുമ്പോൾ ഈ രാജ്യം അനുഭവിക്കേണ്ടി വന്ന തീക്ഷ്ണമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപരിഹാര്യമായിട്ടുള്ളതും ഒരിക്കലും തന്നെ നമുക്ക് നിർവചിച്ച് തീർക്കാൻ സാധിക്കാത്തതും. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ രാജ്യത്തെത്തിച്ചേരുമ്പോൾ ഈ രാജ്യത്തിന്റെ പരിധിക്കും പരിമിതിക്കുള്ളിലും നിന്നുകൊണ്ട് ഉള്ള എന്തെങ്കിലും വികസനങ്ങളോ മുന്നേറ്റങ്ങളോ എല്ലാം ലക്ഷ്യമാക്കി. ലോകത്ത് വിവിധ വിഭാഗങ്ങളായ ആളുകൾ അധിനിവേശം നടത്തിയ അനുഭവങ്ങളുണ്ട്. അധിനിവേശ ശക്തികളിൽ പലരും ആ രാജ്യത്തിൽ തന്നെ ഒതുങ്ങുകയും ആ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത അനുഭവമാണുള്ളതെങ്കിൽ ബ്രിട്ടീഷുകാരൻ തീർത്തും അതിൽ നിന്ന് വ്യത്യസ്തമായി. അവർ നമ്മുടെ രാജ്യത്തെ പരിപൂർണമായി കൊള്ള ചെയ്യുവാനാണ് അവരുടെ എല്ലാവിധ സമയവും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഒരു രാജ്യത്തെ വിഭവങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം സ്വന്തമായി നയിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ മാനുഷിക വിരുദ്ധതയാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി, അതല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വത്തിന്റെ പിടുത്തത്തിൽ നിന്ന് ലോകരാജ്യങ്ങൾ മുക്തമായി ഒരു 3/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ട് പോലും യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഏതെങ്കിലും അർത്ഥത്തിലുള്ള തകർച്ച നമ്മൾ കാണും. അതിന് മാത്രം സമ്പത്ത് എല്ലാ രാജ്യങ്ങളും നമ്മൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ആ കൊള്ളയടിക്കുന്നതിന് വേണ്ടി 2 മാർഗങ്ങൾ അവർ ഉപയോഗിച്ചു എന്ന് പറയാം. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് വിഭവങ്ങളുടെ ഉൽപാദനം കാര്യക്ഷമമാക്കുകയും ഇതെല്ലാം പ്രദാക്ഷിണ്യം കൊള്ള ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു. രണ്ടാമതായിട്ട് അവർക്കെതിരെ രംഗത്തിറങ്ങുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ജാതിമത വർഗ വർണ്ണ ലിംഗമന്യേ അതിക്രൂരമായ പീഡനത്തിനും മർദ്ദനത്തിനും വിധേയമാക്കുകയും പ്രദാക്ഷിണ്യം നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. 2014 ഇൻഡിപെൻഡൻസ് മാസിക പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് 3 കോടി ജനങ്ങൾ ഇവരുടെ കാലഘട്ടത്തിൽ പട്ടിണി കിടന്ന് നമ്മുടെ രാജ്യത്ത് മരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 3 കോടി ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഭീതിതമായ ഒരു കണക്കാണ്. 2023 എക്കണോമിക് പ്രസിദ്ധീകരണം പുറത്തുവിട്ട കണക്കനുസരിച്ച് 16,50,00,000 വരുന്ന ആളുകളെ നിർദാക്ഷിണ്യം ഈ സാമ്രാജ്യത്വ ശക്തികൾ കൊല ചെയ്തിട്ടുണ്ട്. ഈ 2 കണക്കുകളും വെച്ച് വിലയിരുത്തിയാൽ മാത്രം തന്നെ ഈ രാജ്യത്ത് അവർ നടത്തിയിട്ടുള്ള താണ്ഡവ നൃത്തത്തിന്റെ അതിഭീതിതമായ ഒരു ചരിത്ര വായന നമുക്ക് സുസാധ്യമാകുന്നതാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ ഈ രാജ്യത്തിൽ നിന്ന് ഇച്ഛാടനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാകുന്നതോടൊപ്പം തന്നെ
ഏറ്റവും വലിയ ഒരു മാനവികമായ പ്രവർത്തനം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹജീവികളായി സ്വന്തം കൂട്ടുകാരെ കാണാൻ കഴിയാത്ത ഏറ്റവും വലിയ പ്രതിലോമ ചിന്ത എന്ന് പറയുന്നത് അതേ സാമ്രാജ്യത്വ ശക്തികളുടെ സ്വന്തമാണ്. അവർക്കൊരിക്കലും തന്നെ മനുഷ്യനായി കാണാൻ കഴിയുന്നില്ല. പലപ്പോഴും ഇന്ത്യ രാജ്യത്തൊക്കെയുള്ള ജനങ്ങളെ മൃഗസമാനരായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നെന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒരുപക്ഷെ ശരി. ആ നിലക്ക് ഉള്ള ശക്തമായ താടനങ്ങളും പീഡനങ്ങൾക്കും ഒക്കെ വിധേയമായി കൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിതം വേണം, മാനവികമായ മൂല്യങ്ങൾക്ക് ഇവിടെ അടിത്തറ പാകണം, നിശ്ചയവാരപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളും അതിൽ അരങ്ങത്തിറങ്ങുകയുണ്ടായി. ഇതിനടിസ്ഥാനത്തിൽ തന്നെയാണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ സമര മുഖത്ത് അനൽപമായ പങ്കുവഹിച്ച ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു സമുദായങ്ങളെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ജീവാർപ്പണം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി അവർ അടരാടുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് കേവലം ഒരു സമരം മാത്രമായിരുന്നില്ല, മറിച്ച് ആത്മീയമായ ഒരു പ്രവർത്തനം കൂടിയായിരുന്നു. സ്വന്തം രാജ്യത്തോടുള്ള കടപ്പാട്, സ്വന്തം ജനതയോടുള്ള കടപ്പാട്, താടന പീഡനങ്ങൾ അനുഭവിക്കുന്ന വിഭാഗം ഏത് മതമായിരുന്നാലും ജാതിയായിരുന്നാലും വർഗമായിരുന്നാലും വർണ്ണമായിരുന്നാലും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതും അവർക്ക് വേണ്ടി എഴുന്നു നിൽക്കേണ്ടതും മതമൂല്യങ്ങളുടെ ഒരു ഭാഗമായി, ആത്മീയതയുടെ ഭാഗമായി ഗണിക്കുന്നുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും സാദാത്യങ്ങളുമെല്ലാം സമരമുഖത്ത് സജീവമായത്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ അമ്പറം തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ ആത്മീയ ഗുരുവായിരുന്നു. പക്ഷേ പല സമരങ്ങൾക്കും അവിടുന്ന് നേതൃത്വം നൽകിയിരുന്നു. അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ കലക്ടർ ഉത്തരവിറക്കുന്ന അനുഭവം വരെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർക്കെതിരെ അവർ ചാർജ് ഷീറ്റ് പുറത്തിറക്കുകയുണ്ടായി. ജനങ്ങളെ സമരത്തിന് വേണ്ടി പ്രചോദിപ്പിക്കുന്നു, അവർക്ക് മന്ത്രോച്ചാരണത്തിലൂടെ അവർക്ക് ആവേശം പകർന്നു കൊടുക്കുന്നു, അവർക്ക് ഉറുക്ക് കെട്ടിക്കൊടുക്കുന്നു, ശവകുടീരങ്ങളിൽ അവരെ അണിനിരത്തിക്കൊണ്ട പ്രാർത്ഥനകൾ നടത്തുന്നു, അവർക്ക് പ്രത്യേകമായി ആത്മീയമായ ആവേശം പകരുവാൻ വേണ്ടി ചില മന്ത്രങ്ങളുടെ ദിക്റുകളുടെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബന്ധങ്ങളുടെയൊക്കെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു എന്നെല്ലാമുള്ള ചേർത്തി ബഹുമാനപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അറസ്റ്റ് വരിക്കണം എന്നുള്ളതായ തിട്ടൂരം പ്രഖ്യാപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുമ്പുറത്ത് തങ്ങൾ തന്റെ ചില സൈനികരായ ആളുകളെ ചേർത്തുകൊണ്ട് കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ദർബാറിലേക്ക് കയറി ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങുന്ന പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബലാത്കാരമായി എന്നെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുമ്പുറത്ത് തങ്ങളുടെ ആത്മവിവരത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജില്ലാ കലക്ടർ അദ്ദേഹത്തെ ആദരിക്കുകയും വെറുതെ വിടുകയുമായിരുന്നു. അവസാന ഗവർണർക്ക് ജില്ലാ കലക്ടർ അന്ന് കൊടുത്ത റിപ്പോർട്ടുണ്ടായിരുന്നത് ഈ മമ്പുറം സയ്യിദ് അലവി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു മഹാനാണ്, ദിവ്യനായിട്ടാണ് അപാരവൃദ്ധ ജനങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നയനിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ ഭരണത്തെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അമ്പറത്തങ്ങളെ പോലെയുള്ള ആലിംസ്ലാരെ പോലെയുള്ള ഉമർഖാദിയെ പോലെയുള്ള മഹാരഥന്മാരായവർ പ്രാദേശികമായ തലങ്ങളിലേക്ക് ചിന്തിച്ചാൽ എന്റെ പ്രിയപ്പെട്ട പിതാവ് CTS തങ്ങൾ പോലെയുള്ള ആളുകളൊക്കെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അല്ലാതെയുമൊക്കെ സ്വാതന്ത്ര്യ സമരമുഖത്ത് സജീവമായത് ഒരു ആത്മീയ പ്രവർത്തനമായി കണ്ടിരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആത്മീയ പ്രവർത്തനമായി കണ്ടതുകൊണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അതിന്റെ ഭാഗമായി നിലകൊണ്ടു. അവർ ജീവാർപ്പണം ചെയ്യാൻ സന്നദ്ധമായി. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൽ പങ്കുവഹിച്ച എല്ലാ വിഭാഗം ആളുകളോടുമുള്ള ഒരു ആദരവ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പാർശ്വവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള വികസിതമായ ശ്രമങ്ങൾ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും അവസാനം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് പ്രവേശിച്ചിരിക്കും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്വം എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്, ആത്മാവെന്ന് പറയുന്നത് മാനവികതയാണ്, അതിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഏകോദര സഹോദരന്മായി രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും നമ്മളെ സന്നദ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഒരർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും അവസരം നൽകട്ടെ. വിജയാശംസകൾ. അസ്സലാമു അലൈക്കും.